ഹലോ, ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ പോയതാണ്. അപ്പോൾ എനിക്ക് ട്രെയിനിൽ കയറിയത് തീരെ ഓർമ്മയില്ല. പിന്നെ എൻ്റെ ഉണ്ണി തീരെ ട്രെയിനിൽ കയറിയിട്ടില്ല. അപ്പോൾ അത് കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിലിരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുള്ള വ്യൂസൊക്കെ കിട്ടി. പിന്നെ എറണാകുളത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഗുരുവായൂരിൽ ട്രെയിൻ കയറിയാൽ ഭയങ്കര ചുരുങ്ങിയ ചിലവിൽ എത്താൻ പറ്റും. ഒരു 25 രൂപയൊക്കെ വേണ്ടു. ഞങ്ങൾ അവിടുന്ന് ആലുവയിലാണ് ഇറങ്ങിയത്. ആലുവയിൽ നിന്ന് നേരെ ഞങ്ങളൊരു മെട്രോയിൽ കയറി. മെട്രോയിൽ കയറി ഞങ്ങൾ ഇടപ്പള്ളിയാണ് സ്റ്റോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കൊരു 7ാമത്തെ സ്റ്റോപ്പായിരുന്നു കേട്ടോ ഇടപ്പള്ളി. അപ്പോൾ അതുവരെ മെട്രോയിലൊക്കെ ഇരുന്ന് നല്ല രസമുണ്ടായിരുന്നു പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാൻ. പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, അത് തന്നെ ഒരു ഭാഗ്യമായിരുന്നു. ഇടപ്പള്ളി സ്റ്റോപ്പ് എത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ ലുലു മാളിലേക്കാണ് പോയത്. ലുലു മാളിൻ്റെ എൻട്രിക്ക് പോകുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല വണ്ടികളൊക്കെ ഇങ്ങനെ താഴ്ത്തി കൂടെ പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലുലു മാളിൻ്റെ എൻട്രിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ലുലു മാളിന് നേരിട്ടൊന്ന് കണ്ടു. അതിന് ലുലുവിൻ്റെ എൻട്രിയിലേക്ക് എത്തി. കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കടകളുണ്ടായിരുന്നു, കുറേ ഡ്രസ്സിൻ്റെ ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഡ്രസ്സിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ആ ഡോൾസിനൊക്കെ ഒരുക്കിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ, അതായത് അവരുടെ ഓരോ പൊസിഷൻസൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ റോസ് ലെഹങ്ക കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് ഗെയിമിൻ്റെ സെക്ഷനിലേക്കാണ്. അവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ലുലു മാളിലേക്ക് കയറുമ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പുറത്ത് മഴയാണോ വെയിലാണോ എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കാലത്ത് വന്നതുകൊണ്ട് അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറങ്ങി കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഈ ബൊമ്മോൾ എടുക്കണത് എനിക്ക് കളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിൽ പൈസ പോകുന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് കളിക്കാനൊന്നും നിന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഗെയിമിൻ്റെ ഭാഗ്യമൊക്കെ നന്നായി ചുറ്റി കണ്ടിട്ടൊക്കെ പിന്നെ ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് പോയി. അടുത്തതൊരു ബാഗിൻ്റെ ഷോപ്പായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വലിയ ബാഗുകളും കുഞ്ഞു ബാഗുകളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഗാലക്സി. അപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഗാലക്സിയൊക്കെ തിന്നിട്ടാണ് പോയത്. പിന്നെ സ്റ്റാച്യൂസിൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒരു ബേക്കറി പോലത്തെ സ്ഥലം, അതിൽ കുറേ ഡൊണേറ്റും കേക്ക്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഗിഫ്റ്റ് ബോക്സസ് ആണെന്നാണ്. പിന്നെ ഞങ്ങൾ ലുലു മെട്രോയിൽ കയറി. അതായത് ഒരാൾക്ക് 120 രൂപ, 6 മിനിറ്റ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഏറ്റവും താഴെ എത്തി. ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നേരെ പോയത് വാട്ടർ മെട്രോയിലേക്കാണ്. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾ ആദ്യമായാണ് വാട്ടർ മെട്രോയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നതേയില്ല. കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് ചെറിയ ഹമ്പിൽ ചാടുന്നത് പോലെ ഫീൽ വന്നത് തന്നെ. അത് എന്തുകൊണ്ടെന്നാൽ കായലിൽ നിന്നും കടലിലേക്ക് എത്തിയത് കാരണമാണ്. പുറത്ത് വഞ്ചിയും ബോട്ടും എല്ലാം പോകുന്ന മനോഹരമായ കാഴ്ച കാണാം. ചരക്ക് കപ്പലുകൾ വന്ന് അതിൽ നിന്നും ലഗേജ് എടുത്തു മാറ്റുന്നതും കണ്ടു. ഏകദേശം 20 മിനിറ്റോളം യാത്ര ചെയ്ത് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തി. പിന്നെ നേരെ നെഹ്റു പാർക്കിലേക്കാണ് പോയത്. അവിടെ കുറച്ച് നേരം കളിച്ച് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ ബീച്ചിലേക്ക് പോയി. പൊന്നു എന്തൊക്കെയോ എഴുതി വരുമ്പോഴേക്കും തിര വന്നത് മായ്ച്ചു കളഞ്ഞു. ബീച്ച് വേയിൽ നിന്നും പർച്ചേസ് ചെയ്ത തൊപ്പി വെച്ചായിരുന്നു ഫോട്ടോ എടുത്തത്. അപ്പോഴതാ പുറകിലെ മരത്തിൽ നമ്മുടെ സ്വന്തം പീക്കോക്ക്. ആള് കാറ്റ് വാക്ക് നടത്തുന്ന ആ അതിമനോഹരമായ ദൃശ്യം പകർത്താതെ ഇനി ബാക്കി കാര്യമില്ല. എൻ്റെ പൊന്നേ, എന്താ ഒരു ഭംഗിയില്ലേ! വെറുതെ അല്ല ഇവൻ ദേശീയ പക്ഷിയായത്. അതിനുശേഷം വഞ്ചികളും കപ്പലും വരുന്ന കാഴ്ച കണ്ട് അങ്ങനെ ഇരുന്നു. കുറച്ചു നേരത്തിന് ശേഷം അവിടെ നിന്ന് ബസ്സിൽ കയറി കപ്പലുപള്ളി കാണാൻ പോയി. സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസേലിക്ക എന്ന പള്ളിയിലേക്കാണ് ആദ്യം കപ്പൽ പള്ളി എന്ന് വിചാരിച്ചു പോയത്. ഈ പള്ളിയുടെ അടുത്ത് തന്നെയാണ് കപ്പൽ പള്ളിയും. ഈ പള്ളിയുടെ പേര് പോലെ തന്നെ കപ്പലിൻ്റെ രൂപത്തിലാണ് ഈ പള്ളി. ഒരു 1 ഡേ ട്രിപ്പ് കഴിഞ്ഞു. യാത്ര ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ലുലു മാളിലെ കുറച്ച് ദൃശ്യങ്ങൾ കൂടിയുണ്ട്. അതിനി ഞാൻ അടുത്ത വീഡിയോയിലിടാം കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.